സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. മുന്തിരിത്തോപ്പിലെ സോഫിയ, ഭാഗം 4. പുറത്തു വരാന്തയിൽ അലോഷ്യസ് അച്ഛൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആരാ അച്ചോ ആ വന്നിട്ട് പോയത്? കൗതുകത്തോടെ ലാസർ ചോദിച്ചു. സോളമനെ നീ അറിയില്ലേ? സോഫിയയുടെ പപ്പയുമൊത്ത് വന്നതാണ്, കെട്ടുറപ്പിക്കാൻ. ലാസറിന്റെ നെറ്റി ചൊളിഞ്ഞു. അതിനവളിപ്പം അവന്റെ കൂടെയാണല്ലോ അച്ഛ താമസം. ഇനിയെന്ത് കെട്ട് നടത്താനാ? അതൊരു നീണ്ട കഥയാടോ, താൻ വാ. അവർ അകത്തേക്ക് കയറിപ്പോയി. ഫാം ഹൗസിൽ ചെന്ന് സോഫിയയും സോളമനുമൊത്ത് അല്പനേരം കൂടി ചെലവഴിച്ച ശേഷമാണ് ഡോക്ടർ ജേക്കബ് ജോൺ എറണാകുളത്തിന് മടങ്ങിയത്. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നത് വരെ ഇതുപോലെ രഹസ്യമായിട്ടേ എനിക്ക് വരാൻ പറ്റൂ മോളെ. ആദ്യം മാരേജ് നടക്കട്ടെ, അതിനുശേഷം മരിയയോട് കാര്യങ്ങൾ പറയാം. പോകും മുമ്പ് അയാൾ അവൾക്ക് ഉറപ്പ് കൊടുത്തു. മതി പപ്പ, ഇതുവരെ പോൾ പൈലോക്കാരനെയാണ് ഞാൻ ഡാഡിയെന്ന് വിളിച്ചുകൊണ്ടിരുന്നത്, എന്റെ ആരുമല്ലാത്ത ഒരാളെ. ഇനി എനിക്ക് അന്തസ്സായി പറയാമല്ലോ എന്റെ പപ്പ ഡോക്ടർ ജേക്കബ് ജോൺ ആണെന്ന്. മകളുടെ കവളിൽ വാത്സല്യത്തോടെ ഉമ്മ വെച്ചിട്ടാണ് പപ്പ യാത്ര പറഞ്ഞു പോയത്. പപ്പയുടെ മനസ്സ് മാറാൻ എന്ത് മാജിക്കാണ് സോളമൻ പ്രയോഗിച്ചത്? അത്ഭുതത്തോടെ സോഫിയ ചോദിച്ചു. അത് വെറും സിമ്പിൾ. വാ, കാണിച്ചു തരാം. സോളമൻ അയാളുടെ മുറിയിൽ ചെന്ന് അവളുടെ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തുകൊണ്ട് വന്നു. ദാ നോക്ക്, ഇതുപോലൊരു മാലാക പെണ്ണിനെ മകളാക്കാൻ ഏതു പപ്പയാണ് ആഗ്രഹിക്കാതിരിക്കുക? പ്രേമപരവശിയായി സോഫിയ അയാളുടെ മാറിലേക്ക് ചാരി. അയാൾ അവളെ ഇരുകൈക്കുള്ളിലും ചേർത്ത് പിടിച്ചു. രാത്രിയിൽ ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴാണ് മരിയ അക്കാര്യം ജേക്കബ് ജോണിനോട് പറഞ്ഞത്. ഇന്നലെ കോഴഞ്ചേരിന്ന് ജോസ് കുട്ടിയും അനിതയും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ജേക്കബ് കോഴിക്കോട്ട് പോയിക്കുവാന്ന്. എന്തിനാ അവർ വന്നേ? കുഞ്ഞിന്റെ മാമോദിസയ്ക്ക് ക്ഷണിക്കാനാ. നമ്മളെല്ലാരും ഉറപ്പായിട്ട് ചെല്ലണമെന്നാ പറഞ്ഞത്. ശനിയാഴ്ച ആയതുകൊണ്ട് ചെല്ലാമെന്ന് ഞാനും പറഞ്ഞു. ജേക്കബ് ജോൺ ഒന്നമ്പരുന്നു. ഏത് ശനിയാഴ്ച? വരുന്നതിന്റെ പിറ്റത്തെ 17-ാം തീയതി. അയാൾ ഞെട്ടി. മുടി കെട്ടിവെച്ചിട്ട് മരിയ അയാളുടെ അടുത്ത് വന്ന് കിടക്കയിലിരുന്നു. നമുക്ക് ഒരു 6 മണിയാകുമ്പോൾ ഇവിടുന്ന് തിരിച്ചാൽ മതി. 2 മണിക്കൂർ മതിയല്ലോ. 8-ന് മുമ്പ് അവിടെ എത്താം. എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നില്ല. മരിയ അയാളെ ഒന്ന് നോക്കി. അതെന്താ? 17-ാം തീയതി ബാംഗ്ലൂരിൽ വെച്ച് ഒരു കോൺഫറൻസ് ഉണ്ട്. തലേ ദിവസമേ എനിക്ക് പോകേണ്ടി വരും. എന്നിട്ട് അതിന്റെ അറിയിപ്പൊന്നും ഇതുവരെ വന്നില്ലല്ലോ. അവൾ സംശയിച്ചു. അറിയിപ്പൊക്കെ വന്നു. ഡോക്ടർ ഫെർണാണ്ടസാ വിളിച്ചു പറഞ്ഞത്. മരിയയുടെ മുഖം മങ്ങി. പിള്ളേരുമൊത്ത് ഒരു വണ്ടി ട്രിപ്പ്. ഞാൻ ഒരുപാട് ആശിച്ചതാ. ഇതാണെങ്കിൽ പോകാതിരിക്കാനും പറ്റത്തില്ല. എല്ലാ കോൺഫറൻസിനും സെമിനാറിനുമൊക്കെ ജേക്കബ് പോകാറുള്ളതല്ലേ. ഇത്തവണ ഇതൊഴിവാക്ക്, അവർ അഭ്യർത്ഥിച്ചു. നീയും പിള്ളേരും കൂടി പോയാൽ മതി. കൂടുതലൊന്നും പറയാതെ ജേക്കബ് ജോൺ ഉറങ്ങാൻ കിടന്നു. ജേക്കബിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മരിയയ്ക്ക് തോന്നി. കോഴിക്കോട്ട് പോയിട്ട് വന്നതിന് ശേഷം അധികം മിണ്ടാട്ടമില്ല. എന്തോ ചിന്തയിൽ മുഴുകിയാണ് സകല സമയത്ത് നടപ്പ്. കോഴിക്കോട്ട് ഡോക്ടർ ജെയിംസ് തോമസ് ഉണ്ട്. പരിചയക്കാരനാണ്. പുള്ളിയെ വിളിച്ച് ചോദിച്ചാൽ അറിയാം അവിടെ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന്. സംഘടനയുടെ ഭാരവാഹിയാകാൻ ജേക്കബിന് ഇഷ്ടമാണ്. തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ അവിടെ പരാജയപ്പെട്ട് കാണും. നാളെ ഡോക്ടർ ജെയിംസിനെ ഒന്ന് വിളിക്കണമെന്ന് തീരുമാനിച്ചാണ് മരിയ ഉറങ്ങാൻ കിടന്നത്. പക്ഷെ പിറ്റേന്ന് ഹോസ്പിറ്റലിലെ തിരക്കുകൾ കാരണം അവർ അത് മറന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ മരിയയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. ഡോക്ടർ മരിയ ജോൺ അല്ലേ? ഒരു പുരുഷസ്വരം ചോദിച്ചു. അതെ, എന്റെ പേര് ലാസർ എന്നാണ്. സമയം തന്നാൽ ഞാൻ ഡോക്ടറെ കാണാൻ വരാം. ഡോക്ടർക്ക് അറിയാൻ വളരെ താല്പര്യമുള്ളൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്ത് കാര്യം? ഡോക്ടറുടെ ഹസ്ബൻഡ് ഡോക്ടർ ജേക്കബ് ജോണിനെ കുറിച്ചുള്ള ഒരു രഹസ്യമാണ്. അത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് മൈസൂരിൽ നിന്ന് ഞാനിന്ന് കൊച്ചിയിലെത്തിയത്. ഡോക്ടർ മരിയ ഞെട്ടി. കറുത്തി തിളങ്ങുന്ന വലിയൊരു കാർ ഹോസ്പിറ്റലിന്റെ ഗേറ്റ് കടന്ന് കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറി വരുന്നത് 2ാമത്തെ നിലയുടെ ജനാലയുടെ അരികിൽ നിന്നുകൊണ്ട് ഡോക്ടർ മരിയ കണ്ടു. അത് ലാസറിന്റെ വണ്ടിയാണെന്ന് അവൾക്ക് മനസ്സിലായി. കൂടിക്കാഴ്ച ആദ്യം പ്ലാൻ ചെയ്തത് മറൈൻ ഡ്രൈവിലെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചായിരുന്നു. താനൊരു കറുത്ത ഇന്നോവയിലാണ് വരുന്നതെന്ന് ലാസർ പറഞ്ഞിരുന്നു. പിന്നീട് ആലോചിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നതായിരിക്കും സുരക്ഷിതം എന്ന് മരിയയ്ക്ക് തോന്നി. ഒരു പേഷ്യന്റ് കാണാൻ വരുന്നു, കൺസൾട്ട് ചെയ്തിട്ട് പോകുന്നു. ലാസർ അത് സമ്മതിച്ചു. കൺസൾട്ടേഷൻ സമയം കഴിഞ്ഞിട്ടില്ല. പരിശോധിക്കാൻ 3 രോഗികൾ ബാക്കിയുണ്ടായിരുന്നു. ഡ്യൂട്ടി നഴ്സ് അപ്പോൾ മുറിയിലേക്ക് കയറി വന്ന് അവിടുത്തെ ചീട്ട് ഡോക്ടറെ ഏൽപ്പിച്ചു. സോഫിയ, 20 വയസ്സ് എന്നാണ് അതിലെഴുതിയിരുന്നത്. ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ ഒരു ലാസർ വരുന്നത് ശരിയല്ലല്ലോ. അയാൾ ബുദ്ധിമാനാണെന്ന് ഡോക്ടർ മരിയയ്ക്ക് ബോധ്യമായി. 3 രോഗികളെയും അവർ വേഗം ഒഴിവാക്കി. ഡ്യൂട്ടി നഴ്സ് സോഫിയയുടെ പേര് വിളിച്ചപ്പോൾ 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് കയറി വന്നു. ജീൻസും ഷർട്ടുമായിരുന്നു അയാളുടെ വേഷം. വലത് കൈത്തണ്ടയിലെ രോമക്കാടിനിടയിൽ ഒരു സ്വർണ്ണ ബ്രേസ്ലെറ്റ് നൂണ്ടുകിടപ്പുണ്ടായിരുന്നു. ഡോക്ടർ, ഞാൻ ലാസറാണ്, അയാൾ പരിചയപ്പെടുത്തി. മനസ്സിലായ മട്ടിൽ അവർ തലകുലുക്കി. ഇരിക്കൂ. എതിരെയുള്ള കസേരയിൽ അയാൾ ഇരുന്നു.
താഴത്തെ നിലയിലെ കൺസൾട്ടിംഗ് റൂമിൽ ജേക്കബ് ഉണ്ട്. പക്ഷെ കയറി വരില്ലെന്ന് മരിയയ്ക്ക് അറിയാമായിരുന്നു. വന്നാൽ തന്നെ വൈഫിന്റെ രോഗവിവരം പറയാൻ ലാസർ വന്നിരിക്കുന്നു, അത്രയുള്ളൂ. ജേക്കബിനെ കുറിച്ച് ലാസർക്ക് എന്താണ് പറയാനുള്ളത്? മരിയ വേഗം കാര്യത്തിലേക്ക് നടന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഡോക്ടർ ജേക്കബ് ജോൺ മൈസൂരിൽ വന്നിരുന്നു, സോളമൻസ് വൈൻയാർഡ് എന്ന മുന്തിരിത്തോട്ടത്തിൽ. ഡോക്ടറോട് പറഞ്ഞിട്ടാണോ അദ്ദേഹം വന്നത്? അല്ല. എന്തിനാണ് അദ്ദേഹം അവിടെ വന്നതെന്ന് അറിയാമോ? ഇല്ല. സോഫിയയെ കാണാനായിരുന്നു. ഡോക്ടർ മരിയ അയാളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആരാണീ സോഫിയ? ഡോക്ടർ ജേക്കബ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് റോസി എന്നു പേരുള്ള ഒരു നേഴ്സുമായി അടുപ്പത്തിലായി. ആ സ്ത്രീയിൽ ഡോക്ടർക്ക് ജനിച്ച മകളാണ് സോഫിയ. മരിയ ഞെട്ടിപ്പോയി. ജേക്കബിന് ഒരു മകൾ? സത്യമാണോ നിങ്ങളീ പറയുന്നത്? വിശ്വാസം വരാതെ അവർ ചോദിച്ചു. പകൽ പോലെ സത്യം. ബാക്കി കാര്യങ്ങൾ കൂടി അറിയുമ്പോൾ ഡോക്ടർക്കെല്ലാം വിശ്വാസമാകും. ഫാദർ അലോഷ്യസിൽ നിന്ന് മനസ്സിലാക്കിയ വിവരങ്ങളെല്ലാം ലാസർ അവരോട് പറഞ്ഞു. ഒരാഴ്ച മുമ്പ് മൈസൂരിലെ മുന്തിരിത്തോട്ടത്തിൽ നിന്നാണെന്ന് പറഞ്ഞ് സോളമൻ എന്നൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പോയ കാര്യം മറന്നിട്ടില്ല. അതുകൊണ്ടാണ് ലാസർ വിളിച്ചപ്പോൾ അതിലെന്തോ ഉണ്ടെന്ന് മനസ്സിലായി വരാൻ പറഞ്ഞത്. സോളമന്റെയും സോഫിയയുടെയും കെട്ട് 17-ാം തീയതിയാണ്. അന്ന് ഡോക്ടർ വന്ന് അത് നടത്തിക്കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോഴഞ്ചേരിയിലെ ജോസുകുട്ടിയുടെ കുഞ്ഞിന്റെ മാമോദിസ 17-ാം തീയതിയാണ്. ജേക്കബിന് അന്ന് വരാൻ പറ്റില്ല. ബാംഗ്ലൂരിൽ ഒരു കോൺഫറൻസ്. ഡോക്ടർ ഫെർണാണ്ടസ് വിളിച്ചറിയിച്ചിട്ടുണ്ട് പോലും. മരിയ ആത്മസംയമനം പാലിച്ചു. ജേക്കബിന്റെ അടുത്ത് ഒരു പൊട്ടിത്തെറി പാടില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകും. ബുദ്ധിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഏതോ ഒരു പീറ നഴ്സിന് ജനിച്ച മകളുടെ പിതൃത്വം ഡോക്ടർ ജേക്കബ് ജോൺ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഒരു കാരണവശാലും അത് ഞാൻ സമ്മതിക്കുകയില്ല. ഒരു കാര്യം കൂടി എനിക്കറിയണം. പെട്ടെന്ന് ലാസറിനെ മരിയ നോക്കി. എന്താണെങ്കിലും ചോദിക്കുക ഡോക്ടറെ. ഇക്കാര്യത്തിൽ തനിക്കെന്താണ് ഇത്ര താല്പര്യം? ഇക്കാര്യം എന്നെ അറിയിച്ചതുകൊണ്ട് തനിക്ക് എന്ത് നേട്ടമാണുള്ളത്? ലാസർ ഒന്ന് ചിരിച്ചു. സോഫിയയെ സോളമൻ കെട്ടാൻ പാടില്ല. കാരണം എനിക്ക് അവളെ വേണം. എന്റെ മനസ്സ് അവൾക്ക് അടിമപ്പെട്ടു പോയി. ജേക്കബ് വന്നില്ലെങ്കിൽ അവളുടെ കെട്ട് നടക്കാതിരിക്കുമോ? അവളുടെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഒരാളെങ്കിലും കൂടിയില്ലെങ്കിൽ അച്ഛൻ സോഫിയയുടെ കെട്ട് നടത്തുകയില്ല. അവളുടെ തള്ള എവിടെയാണ്? ബാംഗ്ലൂരിലുണ്ട്. പക്ഷെ അവളുടെ രണ്ടാനപ്പൻ ആ സ്ത്രീയുടെ കാല തല്ലിയൊടിച്ചിട്ടിരിക്കുകയാണ്, മൈസൂരിൽ പോകാതിരിക്കാൻ. ഒരു നിമിഷം മരിയ നിശബ്ദയായിരുന്നു. താങ്ക്സ് ലാസർ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ഡോക്ടർ ജേക്കബ് ജോൺ ഇനിയൊരിക്കലും മൈസൂരിൽ കാലുകുത്തുകയില്ല. ഉറച്ചതായിരുന്നു മരിയയുടെ വാക്കുകൾ. താങ്ക്സ് ഞാനാണ് ഡോക്ടറെ പറയേണ്ടത്. നിറഞ്ഞ ചിരിയോടെ ലാസർ അവരുടെ കൺസൾട്ടിംഗ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. കസേരയിലേക്ക് ചാരിയിരുന്ന ഡോക്ടർ മരിയ കണ്ണുകൾ രണ്ടും അടച്ചു. ഒരു ഭാര്യയ്ക്കും സഹിക്കാനും ക്ഷമിക്കാനും സാധിക്കാത്ത കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ കുട്ടിയുണ്ടാകുക, അവളെ സ്വന്തം മകളായി അംഗീകരിക്കുക. സമൂഹത്തിൽ നിലയും വിലയുള്ളവനാണ് ഡോക്ടർ ജേക്കബ് ജോൺ. ജേക്കബിനെ മാത്രമല്ല ആളുകൾ പരിഹസിക്കുക. തനിക്ക് പിന്നെ ബന്ധുക്കളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല. പള്ളിയിൽ പോകാൻ പറ്റില്ല. ക്ലബിൽ തീരെയും പോകാൻ പറ്റില്ല. മക്കളെ അവരുടെ കൂട്ടുകാർ പുച്ഛിക്കും. തല പെരിക്കുന്നത് പോലെ തോന്നി മരിയയ്ക്ക്. ലാസർ പറയുന്നതെല്ലാം പക്ഷേ അതേപടി വിശ്വസിക്കണമെന്നുണ്ടോ? മരിയ പെട്ടെന്ന് ചിന്തിച്ചു. പക്ഷേ സാഹചര്യ തെളിവുകൾ ജേക്കബിന് അനുകൂലമല്ല. കുറച്ചു ദിവസം മുമ്പ് മൈസൂരിൽ നിന്ന് ജേക്കബിനെ അന്വേഷിച്ച് ഒരു സോളമൻ വന്നിരുന്നു. കോഴിക്കോട് പോകുന്നു എന്ന് പറഞ്ഞ് ജേക്കബ് പോയത് മൈസൂരിലേക്കായിരുന്നോ? അറിയാൻ മാർഗമുണ്ട്. കോഴിക്കോട്ട് ഡോക്ടർ ജെയിംസ് തോമസ് ഉണ്ട്. അദ്ദേഹം അറിയാതെ കോഴിക്കോട്ട് പീഡിയാട്രീഷ്യന്മാരുടെ ഒരു കോൺഫറൻസും നടക്കുകയില്ല. അഡ്രസ് ബുക്കിൽ നിന്ന് ഡോക്ടർ ജെയിംസിന്റെ നമ്പർ അപ്പോൾ തന്നെ മരിയ കണ്ടുപിടിച്ചു. വിളിച്ചപ്പോൾ ഡോക്ടറുടെ ഫോൺ ബിസിയായിരുന്നു. പക്ഷേ അടുത്ത നിമിഷം തിരിച്ചു വിളിച്ചു. മരിയ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പ്രസന്നമായ സ്വരം വന്നു. സുഖമായിരിക്കുന്നു ഡോക്ടറെ. ലളിത ഇപ്പോഴും അവിടെ ജനറൽ ഹോസ്പിറ്റലല്ലേ? അതെ. ഇത്തവണ എന്തായാലും ട്രാൻസ്ഫർ ഉണ്ടാകും. ജേക്കബിനെ കഴിഞ്ഞ മാസം തൃശ്ശൂരിൽ വെച്ച് കണ്ടിരുന്നു. ആളില്ലേ അവിടെ? OP കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ പീഡിയാട്രീഷ്യന്മാരുടെ ഒരു മീറ്റിംഗ് കോഴിക്കോട്ട് വെച്ചുണ്ടെന്ന് ജേക്കബ് പറഞ്ഞായിരുന്നല്ലോ. ഞാൻ അറിയാതെ എവിടെ വെച്ച് മീറ്റിങ്ങോ? ജേക്കബിന് തെറ്റിപ്പോയതാ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ജേക്കബ് കോഴിക്കോട്ടല്ല പോയത്. ബാംഗ്ലൂരിൽ വെച്ച് ഈ മാസം കോൺഫറൻസ് വല്ലതുമുണ്ടോ? അവൾ വീണ്ടും ചോദിച്ചു. ഇല്ല, അടുത്തത് ഗോവയിൽ വെച്ച് നടത്താനാ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഡേറ്റ് ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ബാംഗ്ലൂർ യാത്രയും കള്ളമാണ്. അല്പനേരം കൂടി വെറുതെ ഓരോന്ന് സംസാരിച്ചിട്ട് മരിയ ഫോൺ വെച്ചു. അപ്പോൾ ലാസർ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. ഡോക്ടർ മരിയ കസേരയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് കണക്കുകൂട്ടലുകൾ നടത്താൻ തുടങ്ങി.
സോളമൻ ബാഗെടുത്ത് തുറന്ന് 2 ദിവസത്തേക്കുള്ള വസ്ത്രങ്ങളെല്ലാം എടുത്തു വെച്ചു. എല്ലാം നോക്കിക്കൊണ്ട് സോഫിയ അയാളുടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. "അപ്പോ നാളെ വരത്തില്ലേ?" അവൾ നിരാശയോടെ ചോദിച്ചു. "ഇല്ല." "മറ്റന്നാളോ?" "നോക്കട്ടെ. അത്യാവശ്യം ആൾക്കാരെ ക്ഷണിക്കേണ്ടായോ?" "അധികം പേർ വേണ്ട. കുറഞ്ഞത് 50 പേരെങ്കിലും." അയാൾ ബാഗിന്റെ സിബിട്ടു. "എന്റെ ഭാഗത്തു നിന്ന് ആരും കാണത്തില്ല." അവൾ ദുഃഖിച്ചു. "ആര് പറഞ്ഞു കാണത്തില്ലെന്ന്? സാധിച്ചാൽ നിന്റെ മമ്മിയോട് ചോദിച്ചിട്ട് നിന്റെ ബന്ധുക്കളുടെ അഡ്രസ്സ് മേടിച്ച് അവരെയും ക്ഷണിക്കും. വരാൻ പറ്റുമ്പോൾ വരട്ടെ." "ആരും വരത്തില്ല. ഡാഡി എല്ലാവരെയും വെറുപ്പിച്ച് വെച്ചേക്കുക." "എന്തിനാ ഒരുപാട് പേർ? നിന്റെ പപ്പ ഡോക്ടർ ജേക്കബ് ജോൺ മതിയല്ലോ വധുവിന്റെ ഭാഗത്തു നിന്ന് പ്രധാന ആളായിട്ട്." സോളമൻ അവളെ സമാധാനിപ്പിച്ചു. "എന്നാലും ബാംഗ്ലൂരിലേക്ക് നിന്നെ കൂടി കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സോഫിയ. മന്ത്രകോടി എടുക്കുമ്പോൾ നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു." "സാരമില്ല, സോളമന്റെ മമ്മയുണ്ടല്ലോ. പിന്നെ എലിസബത്തിനെ വിളിച്ചാൽ അവളും വരും." സോളമൻ ദീർഘമായൊന്ന് നിശ്വസിച്ചു. അയാൾ മാത്തച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. "ഞാൻ 2-3 ദിവസം കഴിഞ്ഞേ വരൂ. സോഫിയ അതുവരെ മാത്തച്ഛനെ ഏൽപ്പിച്ചിട്ടാ പോകുന്നേ. എപ്പോഴും ഒരു കണ്ണ് വേണം." "അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ മോനെ? നീ തിരിച്ചു വരുന്നത് മാത്തച്ഛൻ ഈ വീട് വിട്ട് എങ്ങോട്ടും പോത്തില്ല. ഞാൻ കഴിയുന്നത് നേരത്തെ വരാം." സോളമൻ വീണ്ടും സോഫിയയുടെ അടുത്തേക്ക് ചെന്നു. "എത്രയും വേഗത്തിൽ വരണേ," അവൾ അഭ്യർത്ഥിച്ചു. "കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ അത്ര പെട്ടെന്നൊന്നും തീരുന്നതല്ല. എന്നാലും ഞാൻ വേഗം വരാം." അയാൾ അവളുടെ കവിളിൽ മൃദുവായി ഒന്ന് ഉമ്മ വെച്ചു. എന്നിട്ട് യാത്ര പറഞ്ഞിറങ്ങി. അയാളുടെ വണ്ടി കണ്ണിൽ നിന്ന് മറയുന്നതുവരെ സോഫിയ നോക്കി നിന്നു. "സോളമൻ വലിയ സന്തോഷത്തിലാ മോളെ." മാത്തച്ഛന്റെ സ്വരം പിന്നിൽ നിന്ന് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. "അതിലേറെ സന്തോഷിക്കുന്നത് ഞാനാ മാത്തച്ഛയാ. ആരോരുമില്ലാത്ത എനിക്ക് ബലപ്പെട്ട ഒരഭയസ്ഥാനം കിട്ടാൻ പോവല്ലേ. എന്നെ പള്ളിയിലൊന്ന് കൊണ്ടുപോണേ. ഒരുപാട് മെഴുകുതിരി കൊളുത്തി എനിക്ക് പ്രാർത്ഥിക്കണം. നന്ദി പറയണം." സോഫിയയുടെ കണ്ണുകൾ നിറഞ്ഞു. "കൊണ്ടുപോവാം മോളെ." പകൽ മുഴുവൻ അവൾ മുന്തിരിത്തോട്ടത്തിൽ ചുറ്റി നടന്നു. മുന്തിരിക്കുലകളിൽ തഴുകിയും ചുവന്ന മുന്തിരിങ്ങ അടർത്തിയെടുത്ത് ഭക്ഷിച്ചും പൂക്കളിലെ തേൻ കുടിക്കാൻ വന്ന ശലഭങ്ങളോട് കിന്നാരം പറഞ്ഞും അവൾ സമയം ചെലവഴിച്ചു. രാത്രിയിൽ നേരത്തെ അത്താഴം കഴിച്ചിട്ട് കമ്പിളിപ്പുതപ്പിനുള്ളിൽ അവൾ സുരക്ഷിതത്വം തേടി. കണ്ണുകളടച്ച് കിടന്നുകൊണ്ട് അവൾ സോളമന് ചുറ്റും ഒരുപാട് കിനാവുകൾ നെയ്തു. പിറ്റേന്ന് ഉച്ചയായപ്പോഴാണ് ലാസറും ജോബും വന്നത്. അവരോട് സംസാരിക്കാൻ സോഫിയ തയ്യാറായിരുന്നില്ല. സോളമന്റെ മുന്തിരിത്തോട്ടം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അവളുടെ ശത്രുക്കളാണ്. മാത്തച്ഛനെ അവൾ അവരുടെ അടുത്തേക്ക് വിട്ടു. "ഞാൻ സോളമനെ കാണാൻ വന്നതാ ചേട്ടാ," സൗഹൃദഭാവത്തിൽ ലാസർ പറഞ്ഞു. "സോളമന് വിടില്ല," ഗൗരവഭാവത്തിൽ മാത്തച്ഛൻ പറഞ്ഞു. "എവിടെ പോയിക്കുവ?" സത്യം പറയണ്ടേ എന്ന് പെട്ടെന്നാണ് മാത്തച്ഛൻ ഓർമ്മ വന്നത്. 2-3 ദിവസത്തേക്ക് സോളമൻ വിടില്ലെന്നറിഞ്ഞാൽ ഇവൻ വല്ല അതിക്രമത്തിന് മുതിർന്നാലോ? "എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാൻ പോയിക്കുവ. കുറച്ച് കഴിയും വരാൻ." "എങ്കിൽ ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം." "മാത്തച്ഛൻ ഒരു കാര്യം പറയണം. ഈ തോട്ടം തിരിച്ചു പിടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്മാറുകയാ. സോഫിയെ സോളമൻ കെട്ടാൻ പോവാണെന്ന് പള്ളിയിൽ വെച്ചറിഞ്ഞു. അവരിവിടെ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. എനിക്ക് വേറെ തോട്ടം കിട്ടും." തെല്ലുറക്കിയാണ് ലാസർ അത് പറഞ്ഞത്. സോഫിയ വീട്ടിലുണ്ടെങ്കിൽ അവളത് കേൾക്കണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അയാൾ ആഗ്രഹിച്ചതുപോലെ സോഫിയ അത് കേട്ടു. അതോടെ അയാളോടുള്ള വിദ്വേഷം അവളുടെ മനസ്സിൽ നിന്ന് അലിഞ്ഞുപോയി. സോഫിയ വാതിൽ തുറന്ന് മുൻവശത്തേക്ക് ഇറങ്ങിച്ചെന്നു. അവളെ കണ്ട് ലാസർ പുഞ്ചിരിച്ചു. "ഞാൻ സോഫിയയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇപ്പോഴേ എന്റെ ആശംസകൾ. കെട്ടിന് എന്നെ കൂടി ക്ഷണിക്കാൻ സോളമൻ വരുമ്പോൾ പറയണം. ഞങ്ങളിനി എന്നും സുഹൃത്തുക്കളായിരിക്കും." "സോളമൻ വരുമ്പോൾ ഞാൻ പറയാം." അവൾ സന്തോഷത്തോടെ തലകുലുക്കി. "എന്നാൽ ഞങ്ങളിനി പോവാണ്." ജോബിനെ വിളിച്ചുകൊണ്ട് അയാൾ ചെന്ന് കാറിൽ കയറി. "നിനക്ക് അമിതമായ വിശ്വാസമൊന്നും വേണ്ട. ഡോക്ടർ മരി എതിർത്താലും ഡോക്ടർ ജേക്കബ് ജോൺ വന്ന് കെട്ടി നടത്തിക്കൊടുത്താലോ?" ജോബ് സംശയം ചോദിച്ചു. കഴുതേ കരുനാവ് വലിച്ചൊന്നും പറയാതെ അവൻ പിന്നൊന്നും മിണ്ടിയില്ല. പിറ്റേന്ന് സോളമൻ വന്നില്ല. അതിന്റെ അടുത്ത ദിവസം കുറേയേറെ പാക്കറ്റുകളുമായിട്ടാണ് അയാൾ ജീപ്പിലെത്തിയത്. സോഫി ഓടിച്ചെന്നു. "എന്തൊക്കെയാ സോളമ ഇതെല്ലാം?" "ധൃതി വെക്കണ്ട, എല്ലാം തുറന്നു കാണിക്കാം." പാക്കറ്റുകൾ 2 പേരും കൂടി അകത്തെ മുറിയിൽ കൊണ്ടുചെന്നു. "നിന്റെ മമ്മിയും എലിസബത്തിനെയും കണ്ടു. 2 പേർക്കും വലിയ സന്തോഷമായി. നിന്റെ പപ്പ വരുമെന്ന് പറഞ്ഞപ്പോ മമ്മിക്ക് ആദ്യം വിശ്വാസമായില്ല. മമ്മി കുറെ അനുഭവിച്ചതല്ലേ." പാക്കറ്റുകൾ ഓരോന്നായി തുറന്ന് സോളമൻ അവളെ കാണിച്ചു. മഞ്ഞ് പോലെ നേർത്ത വെള്ള മന്ത്രകോടി അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. അതിന്റെ സ്വർണ്ണ നിറത്തിലുള്ള മുന്തിരിവള്ളികൾ അരികിൽ ഇഴപാകിയിരുന്നു. ആഭരണപ്പെട്ടികൾ തുറന്ന് മിന്നുന്ന വളകളും മാലയും അവളുടെ കഴുത്തിൽ കെട്ടാനുള്ള മിന്നും അവർക്ക് പരസ്പരം അണിയിക്കാനുള്ള മോതിരങ്ങളും അയാൾ അവളെ കാണിച്ചു. "എല്ലാം നന്നായിരിക്കുന്നു."
അവൾ ആഹ്ലാദത്തോടെ പറഞ്ഞു. മമ്മിയും മേരിയും ആൻഡപ്പനും വന്നു എല്ലാം മേടിക്കാൻ. അയാൾ അറിയിച്ചു. ലാസർ വന്നിട്ട് പോയ കാര്യം സോഫിയ അപ്പോൾ അയാളോട് പറഞ്ഞു. അവനെ കൂടെ ക്ഷണിക്കാം, പക്ഷേ അവൻ താമസിക്കുന്നത് എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. പിറ്റേന്ന് സോളമൻ പോയി 50 പേർക്കുള്ള ലഞ്ചിന് ഒരു കാറ്ററിംഗ് ഏജൻസിക്ക് ഓർഡർ കൊടുത്തു. ഇനി വെറും 6 ദിവസം കൂടിയേ ഉള്ളൂ. വിരലുകളിൽ കണക്ക് കൂട്ടി സോഫിയ പറഞ്ഞു. സോളമൻ പുഞ്ചിരിച്ചതേയുള്ളൂ. ഉച്ച കഴിഞ്ഞ് ഫാം ഹൗസിന്റെ മുമ്പിൽ ഒരു ടാക്സി വന്നു നിന്നു. കാറിൽ നിന്ന് പൊക്കമുള്ള കറുത്തു മെലിഞ്ഞൊരു ചെറുപ്പക്കാരനാണ് ഇറങ്ങിയത്. ഗേറ്റിന് വെളിയിൽ അയാൾ ഒന്ന് സംശയിച്ചു നിന്നു. അയാളെ കണ്ട് സോളമൻ ഇറങ്ങിച്ചെന്നു. സോളമനാണോ? അയാൾ ചോദിച്ചു. അതെ, ഞാൻ ഐസക്ക്. എറണാകുളത്തുനിന്ന് വരുന്ന ഡോക്ടർ ജേക്കബ് ജോണാ എന്നെ വിട്ടത്. കയറി വാ. അവർ സ്വീകരണ മുറിയിലേക്ക് ചെന്നു. ഹോസ്പിറ്റലിലെ സ്റ്റാഫാ ഞാൻ. ഡോക്ടർ ഒരു കത്ത് തന്നു വിട്ടിട്ടുണ്ട്. ഐസക്ക് ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നൊരു കവറെടുത്ത് സോളമന് നീട്ടി. ഹോസ്പിറ്റലിന്റെ പേരും മുദ്രയും പ്രിന്റ് ചെയ്ത ആ കവർ ഭംഗിയായി ഒട്ടിച്ചിരുന്നു. വിറയ്ക്കുന്ന വിരലുകളോടെ സോളമൻ കവർ തുറന്നു. ഡോക്ടർ ജേക്കബ് ജോൺ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു കത്തായിരുന്നു അത്. കത്ത് വായിച്ച് സോളമൻ ഞെട്ടി. ഇത് ഡോക്ടർ തന്നെ തന്നയച്ചതാണോ? വിശ്വാസം വരാതെ അയാൾ ചോദിച്ചു. അതെ, ഞാൻ അവിടുത്തെ ലാബ് ടെക്നീഷ്യനാ. മരിയ ഡോക്ടർ അറിയാതെയാ എന്നെ വിട്ടത്. വലിയ വിഷമമുണ്ടെന്ന് പറയണമെന്നും ഡോക്ടർ പറഞ്ഞയച്ചു. സോളമൻ ആ കത്ത് മടക്കി പോക്കറ്റിലിട്ടു. ഡോക്ടർ എല്ലാം എന്നോട് പറഞ്ഞായിരുന്നു. ഇനിയിപ്പം എന്നാ ചെയ്യും? ഐസക്ക് ഖേദത്തോടെ ചോദിച്ചു. എനിക്കറിയില്ല. രോഷത്തോടെ സോളമൻ ഗേറ്റിന്റെ അഴികളെ അമർത്തിപ്പിടിച്ചു. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് ഒടുവിൽ എനിക്ക് ജേക്കബ് ഡോക്ടറുടെ മോളെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. മടിച്ചാണെങ്കിലും ഐസക്ക് പറഞ്ഞു. താൻ വാ. അയാളെ സോളമൻ വീട്ടിലേക്ക് ക്ഷണിച്ചു. സോഫിയ. സ്വീകരണ മുറിയിൽ ചെന്നിട്ട് സോളമൻ ഉറക്കെ വിളിച്ചു. എന്തോ? അവൾ അകത്തു നിന്ന് ആഹ്ലാദത്തോടെ ഓടി വന്നു. പക്ഷേ സോളമനോടൊപ്പം ഒരു അപരിചിതനെ കണ്ട് അവൾ പെട്ടെന്ന് നിന്നു. ഇത് ഐസക്ക്. നിന്റെ പപ്പ അയച്ചതാ നിനക്കൊരു സമ്മാനവും കൊണ്ട്. പരിഹാസത്തോടെയാണ് സോളമൻ അത് പറഞ്ഞത്. സമ്മാനമോ? എനിക്കോ? അവൾക്ക് മനസ്സിലായില്ല. ഇതാ, വായിച്ചു നോക്ക്. പോക്കറ്റിൽ നിന്ന് കത്തെടുത്ത് അയാൾ അവൾക്ക് കൊടുത്തു. എന്റെ എത്രയും പ്രിയപ്പെട്ട സോളമൻ, ആദ്യമായി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. 17-ാം തീയതി മൈസൂരിൽ വന്ന് എന്റെ മകളുടെ കെട്ടി നടത്തി തരാൻ എനിക്ക് സാധിക്കുകയില്ല. ശാന്തിയും സന്തോഷവും നിറഞ്ഞ ഒരു കുടുംബജീവിതമാണ് ഞാൻ ഇതുവരെ നയിച്ചുകൊണ്ടിരുന്നത്. മരിയയുടെ ഇഷ്ടത്തിന് വിപരീതമായി ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്നേക്കുമായി അത് നഷ്ടപ്പെടും. ഞാനതിന് തയ്യാറല്ല. സോളമൻ എനിക്കിഷ്ടപ്പെട്ടു. എന്റെ മകൾക്ക് യോജിച്ച ഭർത്താവായിരിക്കും. നീ എന്തു തന്നെയായാലും 17-ാം തീയതി കെട്ട് നടത്തണം. എന്റെ എല്ലാ അനുഗ്രാശീസുകളും നിങ്ങൾക്കുണ്ടാവും. സോഫിയെ എന്റെ അവസ്ഥ ബോധ്യപ്പെടുത്തണം. ദുഃഖിക്കരുതെന്ന് അവളോട് പറയണം. എത്രയും വേഗം ഒരു ദിവസം ഞാൻ നിങ്ങളെ കാണാൻ വരാം. എന്നോട് ക്ഷമിക്കുമല്ലോ എന്ന് സ്വന്തം ജേക്കബ് ജോൺ. കത്ത് വായിച്ച് സോഫിയയുടെ കണ്ണുകൾ നിറഞ്ഞു. കരഞ്ഞുകൊണ്ട് അവൾ അകത്തേക്കോടി. ഐസക്ക് വിഷണ്ണനായി നിന്നു. ഞാൻ ചെല്ലുമ്പം ഡോക്ടർ ചോദിക്കും, എന്തു പറയണം ഞാൻ? അയാൾ ചോദിച്ചു. സോളമൻ വരുന്നുണ്ടെന്ന് പറ. ഡോക്ടറുടെ വളഞ്ഞു പോയ നട്ടല് നിവർക്കാൻ പറ്റുമോ എന്നറിയാൻ. ഐസക്ക് ചെല്ല്. അയാൾ ഒന്നും പറയാതെ തലകുമ്പിട്ട് പുറത്തേക്കിറങ്ങിപ്പോയി. സോളമൻ ധൃതിയിൽ സോഫിയയുടെ അടുത്തേക്ക് ചെന്നു. കിടക്കയിൽ വീണ് കിടന്ന് കരയുകയായിരുന്നു അവൾ. സോഫിയ, അയാൾ വിളിച്ചു. അവൾ പെട്ടെന്ന് തല ഉയർത്തി അയാളെ നോക്കി. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, ദൈവത്തിനല്ലാതെ, അയാൾ പറഞ്ഞു. ഞാൻ എത്ര ആശിച്ചതാ, എത്ര സന്തോഷിച്ചതാ. ഒടുവിലെല്ലാം. സങ്കടം സഹിക്കവയ്യാതെ അവൾ വീണ്ടും ഒത്തിച്ച് കരഞ്ഞു. എല്ലാവരെയും ക്ഷണിച്ചു കഴിഞ്ഞു. ഭക്ഷണം ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. ഡ്രസ്സ് എടുത്തു. ആഭരണങ്ങൾ വാങ്ങി. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. 17-ാം തീയതി നേരം പുലർന്നാൽ മാത്രം മതിയായിരുന്നുവിൻ. പക്ഷേ അലോഷ്യസ് അച്ഛനോട് ഇനി എന്തു ചെന്ന് പറയും? കെട്ടുമുടങ്ങിയാൽ വീണ്ടും അനുവാദം അച്ഛൻ ഒരിക്കലും തരില്ല. സോഫിയെ കരയാൻ വിട്ടിട്ട് സോളമൻ പുറത്തേക്ക് ചെന്നു. മുന്തിരിത്തോട്ടങ്ങൾക്ക് മീതെ ആകാശം കറുത്തു കഴിഞ്ഞിരുന്നു. എലിസബത്ത് ബസ് ഇറങ്ങിയപ്പോൾ ആന്റണി സൈക്കിളുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പുസ്തകങ്ങൾ മാറോടടുക്കി പിടിച്ച് അവൾ പുഞ്ചിരിയോടെ ധൃതിയിൽ നടന്നു വന്നു. എലിസബത്തിനെ കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ, ആന്റണി പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. അവർ മെല്ലെ നടന്നു. എന്തിനാ സൈക്കിൾ ഉരുട്ടി ഇങ്ങനെ നടക്കുന്നേ? അതിൽ കയറിയങ്ങ് പോയാ പോരെ? അവൾ കളിയായി ചോദിച്ചു. പൊയ്ക്കോട്ടെ, പിന്നിലിരുത്തി എന്നെ കൂടി കൊണ്ടുപോകണമെന്നേയുള്ളൂ. ആന്റണി അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് വേണം തന്റെ ഡാഡി വന്ന് എന്നെ തല്ലിക്കൊല്ലാൻ. പെട്ടെന്ന് എലിസബത്തിന്റെ മുഖത്തെ പ്രസന്ന. കല്യാണത്തിന് നിങ്ങളെന്നാ പോകുന്നേ? വിഷയം മാറ്റാനായി അവൾ ചോദിച്ചു. 17-നല്ലേ മാരേജ്? എന്തായാലും 2 ദിവസം മുമ്പേ പോകും. റീതാമാവിയും മേരിയും ഞാനും
2-3 ദിവസം വീട് പൂട്ടിക്കിടക്കും. മമ്മിക്ക് വരാൻ പറ്റുമെന്ന് തോന്നില്ല. കാലിലെ പ്ലാസ്റ്റർ മാറ്റിയിട്ടില്ലല്ലോ. ഞാനും കൂടെ വരട്ടെ നിങ്ങളുടെ കൂടെ? അതിനെന്താ, കൊണ്ടുപോകാം, സന്തോഷമേ ഉള്ളൂ. അവൻ സമ്മതിച്ചു. പക്ഷേ മമ്മിയുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? തരിച്ച് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല. ആരാഹാരം കൊടുക്കും? അതോർത്ത് അവൾ ദുഃഖിതയായി. അവർ സംസാരിച്ച് റോസ് കോട്ടേജിന്റെ മുമ്പിലെത്തി. പ്രാവുകൾക്ക് തീറ്റ കൊടുത്തുകൊണ്ട് മേരി മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ആന്റണിയെയും എലിസബത്തിനെയും കണ്ടു. അവർ ഗേറ്റിന് മുമ്പിൽ ഒരു നിമിഷം നിന്നു. മൈസൂരിലേക്ക് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് എലിസബത്തിന്റെ മമ്മിയെ കാണാൻ ഞാൻ വരുന്നുണ്ട്, തന്റെ ഡാഡി ഇല്ലാത്ത നേരത്ത്. ഈ ആഴ്ച മുഴുവൻ നൈറ്റ് ഡ്യൂട്ടിയാ. പകൽ വീട്ടിൽ കാണും. ചിലപ്പോഴൊക്കെ ആ വക്കച്ചൻ വന്ന് വിളിച്ചോണ്ട് പോകും. ആ നേരത്ത് വന്നാൽ മതി, അവൾ അറിയിച്ചു. വക്കച്ചൻ ഇപ്പോഴും വരാറുണ്ടോ? പിന്നില്ലേ, അയാൾക്കിപ്പം എന്നെയാ നോട്ടം. ഡാഡി സമ്മതിച്ചിട്ടുണ്ട്. അതിന്റെ പേരില ഇപ്പം ഡാഡിക്ക് അയാൾ കള്ളു മേടിച്ചു കൊടുക്കുന്നേ. വക്കച്ചൻ വരുമ്പോൾ എലിസബത്ത് നേരിട്ട് പറയണം, അത് നടക്കത്തില്ലെന്ന് അവൻ ഉപദേശിച്ചു. ഞാനത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെപ്പാ, പക്ഷെ അയാൾക്കത് ബോധ്യമായിട്ടില്ല. അയാളൊരു മന്ദബുദ്ധിയാണെന്നാ എനിക്ക് തോന്നുന്നേ. രണ്ടുപേരും ചിരിച്ചു. ഇനി നാളെ കാണാം, അവർ യാത്ര പറഞ്ഞു. ഗേറ്റ് തുറന്ന് ആൻഡപ്പൻ അകത്തേക്ക് കയറി ചെന്നു. മേരി അവനെ ശ്രദ്ധിക്കാതെ ഗൗരവഭാവത്തിൽ നിന്നു. മേരി, അവൻ വിളിച്ചു. അവൾ തലവെട്ടിച്ച് അവനെ ഒന്ന് നോക്കി. എന്തുപറ്റി മേരി? മുഖമൊക്കെ വീർത്ത് വല്ല കടന്നലും വന്ന് കുത്തിയോ? അവൻ ചോദിച്ചു. എന്നോട് മിണ്ടണ്ട. അതെന്താ? ആൻഡപ്പന് മിണ്ടാനും കൊഞ്ചിക്കൊഴിയാനും വേറെ ആളുണ്ടല്ലോ. അവന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ഓ അതോ? ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ മേരി. സോളമനിച്ചാന്റെ മാരേജിന് നമ്മുടെ കൂടെ കൊണ്ടുപോകാമെന്ന് ആ എലിസബത്ത് ചോദിക്കായിരുന്നു. പറ്റില്ലാന്ന് ഞാൻ തീർത്തു പറഞ്ഞു. അതാണോ സംസാരിച്ചേ? വിശ്വാസം വരാതെ മേരി അവനെ നോക്കി. പിന്നില്ലാതെ, ആ പൈലോക്കാരന്റെ മോളല്ലേ അവൾ. അവളുടെ ചങ്ങാത്തമൊന്നും എനിക്ക് വേണ്ട. പെട്ടെന്ന് മേരിയുടെ മുഖം പ്രസന്നമായി. കൊച്ചുവാ, ഞാൻ ചായ ഇട്ട് തരാം. മേരിയുടെ പിന്നാലെ അവൻ കിച്ചണിലേക്ക് ചെന്നു. അപ്പോഴാണ് ഗേറ്റിന് വെളിയിൽ ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. അവർ ജനാലയുടെ അടുത്ത് ചെന്ന് പുറത്തേക്ക് നോക്കി. ടാക്സിയിൽ നിന്ന് സോളമനാണ് ഇറങ്ങിയത്. അയ്യോ സോളമനിച്ചായൻ! ആന്റണി പുറത്തേക്ക് ഓടിച്ചെന്നു. എന്തുപറ്റി ചായ? അയാളുടെ മ്ലാനമായ മുഖം കണ്ട് അവൻ ചോദിച്ചു. ഇനിയൊന്നും പറ്റാനില്ലടാ എന്റെപ്പാ. മമ്മ എവിടെ? റൂമിലുണ്ട്. റീതാമാവിയുടെ മുറിയിലേക്ക് സോളമൻ ചെന്നു. പിന്നാലെ ആൻഡപ്പനും ചെന്നു. എന്താ സോളമ്മ ഈ നേരത്ത്? അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? റീതാമാവി ചോദിച്ചു. എല്ലാം നടത്തി കഴിഞ്ഞു മമ്മി. പക്ഷേ അവളുടെ പപ്പ കാലു മാറി. അയാൾക്ക് വരാൻ പറ്റത്തില്ലെന്ന് അറിയിച്ചിരിക്കുന്നു. ഡോക്ടർ ജേക്കബ് ജോൺ കൊടുത്തയച്ച കത്തിന്റെ കാര്യം സോളമൻ പറഞ്ഞു. റീതാമാവി സ്തബ്ധയായിരുന്നു. അപ്പത്തന്നെ ഞാൻ പള്ളി ചെന്ന് അലോഷ്യസ് അച്ഛനെ കണ്ടു. അവളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഇല്ലാതെ കെട്ട് നടക്കത്തില്ലെന്ന് അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇനിയെന്ത് ചെയ്യും സോളമ്മ? ഇത്രയൊക്കെ ഒരുക്കങ്ങൾ നടത്തിയിട്ട്? ഞാൻ ചെന്ന് ആ ഡോക്ടറെ ഒന്നുകൂടെ കണ്ടാലോ? മമ്മയുടെ അഭിപ്രായം ചോദിക്കാനാ ഞാനിപ്പോൾ വന്നത്. ചെന്ന് കണ്ടാലും എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ മോനെ? സംസാരിച്ചു നോക്കാം, വേറെ വഴിയൊന്നുമില്ലല്ലോ. നിനക്ക് വലിയ കഷ്ടപ്പാടായല്ലോ സോൾമ. എന്തിനാ നീ ഈ കുരിശെടുത്ത് ചുമലിലേറ്റിയേ? സങ്കടത്തോടെ റീതാമാവി ചോദിച്ചു. മമ്മ അങ്ങനെയൊന്നും പറയരുത്. ഞാനൊന്ന് പോയിട്ട് വരാം. ചിലപ്പോൾ അയാളുടെ മനസ്സ് മാറിയാലോ? അതെ, ഇച്ചായനൊന്ന് പോയിട്ട് വാ. ഒരിക്കലും പ്രതീക്ഷ കൈവിടിയരുത്, ആന്റണി പറഞ്ഞു. ഡോക്ടർ മരിയ രൂക്ഷഭാവത്തിൽ സോളമന്റെ മുഖത്തേക്കൊന്ന് നോക്കി. നിങ്ങൾ എന്താണ് എന്നോട് ചോദിച്ചതെന്നറിയാമോ? എന്റെ കുടുംബം തകർക്കാനുള്ള അനുവാദം. ഒരിക്കലും ഞാൻ അതിനെ സമ്മതിക്കുകയില്ല, അവൾ പറഞ്ഞു. ഡോക്ടർ ഒരു കാര്യം മറക്കുന്നു. ഡോക്ടർ ജേക്കബ് ജോണിന്റെ സ്വന്തം ചൊരയിൽ പിറന്ന മകളാണ് സോഫിയ. അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, സോളമൻ വാദിച്ചു. ഡോക്ടർ ജേക്കബ് ജോണിന്റെ വീട്ടിലെ സ്വീകരണ മുറിയിലായിരുന്നു അവർ. സംസാരിക്കാൻ ഹോസ്പിറ്റലിനേക്കാൾ നല്ലത് വീടാണെന്ന് തോന്നിയതുകൊണ്ടാണ് സോളമൻ അവിടേക്ക് വന്നത്. ഭാര്യയുടെ സമ്മതം കിട്ടിയാലേ ഡോക്ടർ ജേക്കബിന് മൈസൂരിലേക്ക് വരാൻ കഴിയൂ. അവൾ ജേക്കബിന്റെ മകളാണെന്ന് എന്ത് തെളിവാണുള്ളത്? അഥവാ മകളാണെങ്കിൽ തന്നെ ചെറുപ്പത്തിന്റെ ചുഴത്തിളപ്പിൽ സംഭവിച്ച ഒരു കൈപ്പിഴ, അത്രയുള്ളൂ. ജാരസദ്യതയെ മകളായി സ്വീകരിക്കേണ്ട കാര്യമൊന്നും ജേക്കബിനില്ല. ഞാനത് സമ്മതിക്കുകയുമില്ല. സോളമൻ ഒന്ന് ചിരിച്ചു. ഡോക്ടറെ, ഇതുവരെ മര്യാദയുടെ ഭാഷയിലാണ് ഞാൻ സംസാരിച്ചത്. അദ്ദേഹം വന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നറിയാമോ? ഇയാൾ എന്ത് ചെയ്യുമെന്നാ പറയുന്നേ? ഡോക്ടർ മരിയയ്ക്ക് ഒരു കൂസലുമില്ലായിരുന്നു. 17-ാം തീയതി ഞങ്ങളുടെ കെട്ട് നടന്നില്ലെങ്കിൽ സോഫിയെ ഞാൻ കൊണ്ടുവരും. അവളെ ഈ വീട്ടിൽ ഞാൻ താമസിപ്പിക്കും. മരിയ ഒന്ന് ഞെട്ടി. നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണോ? മരിയയുടെ ശബ്ദം ഒന്ന് താഴ്ന്നു. അല്ല, നടക്കാൻ പോകുന്നത് പറഞ്ഞതേയുള്ളൂ. ഡോക്ടർ ജേക്കബിന്റെ സ്വത്തിന് ഒരു ഭാഗത്തിന് അവകാശിയാണ് സോഫിയ. നിങ്ങൾ നേരെ ചൊവ്വയാണ് തന്നില്ലെങ്കിൽ കോടതി വഴി അതും അവൾ നേടിയെടുക്കും. മരിയയുടെ മുഖം വിളറി.
പക്ഷേ ഇതൊന്നും സംഭവിക്കുകയില്ല. 17-ാം തീയതി ഡോക്ടർ ജേക്കബ് വന്ന് ഞങ്ങളുടെ കെട്ട് നടത്തി തന്നാൽ ഒരു കുഞ്ഞു പോലും അക്കാര്യം അറിയില്ല. ഞാൻ വാക്കു തരുന്നു, വേറൊന്നും അവൾ ആവശ്യപ്പെടില്ല. ഒന്നും. മരിയ അയാളെ പകച്ചു നോക്കി. പിന്നെ ആലോചനയോടെ ഒരു നിമിഷം ഇരുന്നു. ശരി, ഞാനൊന്ന് ചിന്തിക്കട്ടെ. തൽക്കാലം നിങ്ങൾ പോകൂ. ഒടുവിൽ അവർ പറഞ്ഞു. പറ്റില്ല. രണ്ടിലൊന്നറിയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. 4 ദിവസം കഴിഞ്ഞാൽ 17-ാം തീയതിയാകും. മരിയ ഫോണെടുത്ത് ഡോക്ടർ ജേക്കബിനെ വിളിച്ചു. ജേക്കബ്, വേഗം ഇങ്ങോട്ടൊന്ന് വരണം, അത്യാവശ്യമാണ്, അവർ പറഞ്ഞു. സോളം നിശബ്ദനായി ഇരുന്നതേയുള്ളൂ. ഫോൺ വെച്ചിട്ട് മരിയ അയാളെ നോക്കി. നിങ്ങളെ ഞാൻ വിശ്വസിക്കാം, പക്ഷെ നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം. എന്താണ്? 17-ാം തീയതി കഴിഞ്ഞാൽ ജേക്കബിനെ സോഫിയ കാണരുത്. അതോടെ സകല ബന്ധവും അവസാനിപ്പിക്കണം. സോഫിയയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തെ കാണാൻ ഒരു ശ്രമവും ഉണ്ടാകുകയില്ല. പക്ഷെ ഡോക്ടർ ജേക്കബിന്റെ കാര്യം എനിക്കറിയില്ല. ജേക്കബിനെ ഞാൻ കൈകാര്യം ചെയ്തോളാം, അതെനിക്ക് വിട്ടേക്ക്. അല്പനേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ജേക്കബ് ജോണിന്റെ കാറെത്തി. സോളമനെ കണ്ട് അദ്ദേഹം പകച്ചു. സോളമനൊന്ന് പുഞ്ചിരിച്ചു. ഡോക്ടർ മരിയയും ഞാനും തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തി ഡോക്ടറെ. കാര്യങ്ങൾ ഡോക്ടറുടെ വൈഫ് തന്നെ പറയും. അവർ 3 പേരും കൂടി 10 മിനിറ്റോളം സംസാരിച്ചു. ഡോക്ടർ ജേക്കബ് ജോണിന് ആശ്വാസമായി. നീ പറയുന്ന എന്തും ഞാൻ സമ്മതിക്കാൻ മരിയ. സോഫിയയുടെ കെട്ട് നടക്കണം, അതുമാത്രം മതി. തൃപ്തിയോടെയാണ് സോളമൻ മൈസൂരിലേക്ക് മടങ്ങിയത്. അയാൾ വന്നപ്പോൾ പുറത്തെങ്ങും സോഫിയയെ കണ്ടതേയില്ല. സോഫിയ, അയാൾ ഉറക്കെ വിളിച്ചു. അവൾ വിളി കേട്ടില്ല. അയാൾ എല്ലാ മുറികളിലും ചെന്നു നോക്കി. അവൾ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. സോഫിയ, അയാൾ അലറി വിളിച്ചു. മുന്തിരിത്തോട്ടത്തിന് മീതെ അപ്പോൾ ശക്തിയായി മഴ പെയ്യാൻ തുടങ്ങി. കനത്ത മഴ കാരണം റോഡ് ശരിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. വളരെ പതിയെയാണ് ലാസർ കാർ ഓടിച്ചത്. വണ്ടി നമുക്ക് എവിടെയെങ്കിലും ഒതുക്കിയിട്ടാലോ ലാസറെ? ഭയത്തോടെ ജോബ് ചോദിച്ചു. വേണ്ട, നമുക്ക് പോകാം. രാത്രിയായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വല്ല മഴത്തിലും വണ്ടി ഇടിച്ചു മറിഞ്ഞാൽ? മിണ്ടാതിരിക്കടാ പേടിത്തൊണ്ടാ, ലാസർ അവനെ ശാസിച്ചു. നിനക്ക് പേടി എന്താണെന്ന് അറിയത്ത് പോലുമില്ലെന്ന് തോന്നല്ലോ. സോഫിയെ കാണാൻ പോയിട്ട് വണ്ടി തിരിച്ചുവിട്ടതെന്താ? സോളമൻ വന്നത് കണ്ടിട്ടല്ലേ? ജോബ് പരിഹസിച്ചു. സോളമനെ എനിക്ക് പേടിയില്ല. നീ നോക്കിക്കോ, ഒരു ദിവസം ഞാൻ അവളെ അവിടെ നിന്ന് പൊക്കും. സോളമൻ അവളെ കെട്ടിക്കഴിഞ്ഞിട്ടാണോ? അവൻ അവളെ കെട്ടത്തില്ലടാ, അതെനിക്കുറപ്പാ. ലാസർ അതോർത്ത് പൊട്ടിച്ചിരിച്ചു. അപ്പോഴാണ് മഴ നനഞ്ഞൊരു രൂപം മെല്ലെ കടന്നു പോകുന്നത് ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ അയാൾ കണ്ടത്. നോക്കടാ ജോബെ, ആരാ പോകുന്നത്? വണ്ടി അടുത്ത് ചെന്നപ്പോഴാണ് അതൊരു സ്ത്രീയാണെന്ന് അവർക്ക് മനസ്സിലായത്. അവളുടെ മുടി നനഞ്ഞ് വെള്ളം ഇറ്റി വീഴുന്നുണ്ടായിരുന്നു. അവളുടെ വസ്ത്രങ്ങൾ ശരീരത്തോട് ഒട്ടിപ്പിടിച്ചിരുന്നു. കാറിന്റെ ശബ്ദം കേട്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അത് സോഫിയായിരുന്നു. കർത്താവേ, ഞാൻ എന്നതായി കാണുന്നേ? സ്വപ്നമാണോ ഇത്? ഇത് നമ്മുടെ സോഫിയല്ലേ? വിശ്വാസം വരാതെ ലാസർ ചോദിച്ചു. അതെ, ഇതവളാ, ആശ്ചര്യത്തോടെ ജോബ് പറഞ്ഞു. ലാസർ അവളുടെ തൊട്ടടുത്ത് കൊണ്ടുചെന്ന് കാർ നിർത്തി. സോഫിയ ഭയത്തോടെ ഒതുങ്ങി നിന്നു. കൂറ്റാക്കൂട്ടിരുട്ടായിരുന്നു റോഡിൽ. ഒരു മനുഷ്യജീവിയെപ്പോലും അടുത്തെങ്ങും കാണാനുണ്ടായിരുന്നില്ല. കാറിന്റെ ഡോർ തുറന്ന് ലാസർ മഴയിലേക്ക് ഇറങ്ങി. സോഫിയ, എവിടെ പോകാ ഈ രാത്രിയിൽ? ഇരമ്പി പെയ്യുന്ന മഴയിൽ അയാളുടെ ശബ്ദം ഒലിച്ചുപോയി. അവൾ അയാളെ പകച്ചു നോക്കി. സോഫിയ, ഇത് ഞാനാണ്, ലാസർ. എന്നെ മനസ്സിലായില്ലേ? അയാളെ തന്നെ നോക്കി നിന്നതല്ലാതെ അവളൊന്നും പറഞ്ഞില്ല. എവിടെ പോവാ സോഫിയ നീ ഒറ്റയ്ക്ക് ഈ രാത്രിയിൽ? റെയിൽവേ സ്റ്റേഷനിൽ, അവൾ ഒടുവിൽ പറഞ്ഞു. എന്തിന്? ഞാൻ പോവാ ഇവിടുന്ന്. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. ലാസർ തലതിരിച്ച് ജോബിനെ ഒന്ന് നോക്കി. അവൻ കാറിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എന്തിനാ ഇവിടുന്ന് പോകുന്നത്? ലാസർ ചോദിച്ചു. അവൾ അതിന് മറുപടി പറഞ്ഞില്ല. സോളമൻ നിന്നെ കെട്ടാൻ പോവല്ലേ, പിന്നെന്തിനാ പോകുന്നത്? സോളമൻ എന്നെ കെട്ടാതിരിക്കാനാ പോകുന്നേ, അവൾ പറഞ്ഞു. അയാൾക്കൊന്നും മനസ്സിലായില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരുപാട് ദൂരമുണ്ട്, വണ്ടി കയറ്, ഞാൻ കൊണ്ടുചെന്ന് വിടാം, അയാൾ പറഞ്ഞു. ഒന്നും അടിച്ചെങ്കിലും സോഫിയ കാറിനടുത്തേക്ക് ചെന്നു. ബാക്ക് ഡോർ അവൾക്ക് വേണ്ടി ലാസർ തുറന്നു കൊടുത്തു. ഡോർ അടഞ്ഞു. ലാസർ വേഗം വന്ന് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. വണ്ടി വേഗം മുന്നോട്ട് നീങ്ങി. ബാക്ക് സീറ്റിലിരുന്ന സോഫിയയുടെ ശരീരത്തിൽ നിന്ന് വെള്ളത്തുള്ളികൾ കാറിലേക്ക് ഒഴുകി വീണു. പിന്നിലിരുന്ന് അവൾ തണുത്തു വിറച്ചു. പ്രതീക്ഷിച്ചിരിക്കാതെ വലയിൽ പേടമാനിനെ കിട്ടിയ വേട്ടക്കാരന്റെ സന്തോഷമായിരുന്നു ലാസറിന്. അയാൾ അറിയാതെ ഒരു മൂളിപ്പാട്ട് പാടി. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണോ? ശബ്ദം താഴ്ത്തി ജോബ് ചോദിച്ചു. റെയിൽവേ സ്റ്റേഷനിലേക്കോ? മണ്ട, നമ്മൾ എൻ്റെ ബംഗ്ലാവിലേക്കാണ് പോകുന്നത്. നിന്നെ ഞാൻ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇറക്കി വിടും. ഏതെങ്കിലും വണ്ടി പിടിച്ച് നീ പൊയ്ക്കോ. ലാസറേ, ഇത് കളിയല്ല. സോളമൻ അറിഞ്ഞാൽ നിന്നെ അവൻ ഭൂമിക്ക് മീതെ വെച്ചേക്കില്ല. ജോബ് മുന്നറിയിപ്പ് കൊടുത്തു. ലാസർ അമർത്തിച്ചിരിച്ചു. സോളമൻ അറിഞ്ഞെങ്കിലല്ലേ?
അവൾ എന്റെ കയ്യിലുണ്ടെന്ന് ഈ ലോകത്തൊരു കുഞ്ഞു പോലും അറിയത്തില്ല. തന്നെയുമല്ല, അധിക ദിവസം ഞാൻ ഇവളെ സൂക്ഷിക്കത്തില്ല. ഗോവയിലോ മുംബൈയിലോ കൊണ്ടുചെന്ന് കളയും. ലാസറെ, ഭയത്തോടെ അവൻ അയാളെ നോക്കി. അവൻ അന്വേഷിച്ചു വരത്തില്ലടാ. അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതല്ലേ. ചിലപ്പോൾ അവളെ മടുത്തപ്പോൾ അവൻ അവിടെ നിന്ന് ഇറക്കി വിട്ടതാകാനും മതി. സോഫി ഒന്നും കേട്ടില്ല. ഇരമ്പി മറിയുന്ന കടൽ പോലെ പ്രക്ഷുബ്ധമായിരുന്നു അവളുടെ മനസ്സ്. റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നില്ല അവളുടെ ലക്ഷ്യം. തണുത്തു വിറങ്ങലിച്ച് കിടക്കുന്ന റെയിൽപാളങ്ങളായിരുന്നു. ഒറ്റച്ചാട്ടം. പിന്നെ ഒന്നും അറിയണ്ട. മഴയിൽ വണ്ടി ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. മഴയിലൂടെ കഴിയുന്നത്ര വേഗത്തിൽ സോളമൻ ജീപ്പ് ഓടിച്ചു. അലോഷ്യസ് അച്ഛൻ ഉറങ്ങിക്കാണുമോ എന്ന ഭയമുണ്ടായിരുന്നു അയാൾക്ക്. ഉറങ്ങിയെങ്കിൽ തന്നെ പുലർച്ചുണർത്താതെ പറ്റില്ല. സോഫി അവിടെയുണ്ടെങ്കിൽ അവൾ വേറെ എവിടെ പോകാനാണ്? മൈസൂരിൽ മുന്തിരിത്തോപ്പ് കഴിഞ്ഞാൽ അവൾക്കറിയാവുന്ന ഏക സ്ഥലം അലോഷ്യസ് അച്ഛന്റെ പാഴ്സനേജ് മാത്രമാണ്. അവിടെ മാത്രമേ അവളെ കൊണ്ടുപോയിട്ടുള്ളൂ. എന്തിനാണ് സോഫിയ ഈ ഫാം ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയത്? എത്ര ആലോചിച്ചിട്ടും സോളമന് മനസ്സിലായില്ല. കെട്ട് നടത്തിത്തരാൻ ഡോക്ടർ ജേക്കബ് ജോൺ വരില്ല എന്ന സങ്കടം കൊണ്ടാണോ? പക്ഷെ താൻ വരുന്നതുവരെ അവൾക്ക് കാത്തിരിക്കാമായിരുന്നല്ലോ. അപ്പോൾ വേറെന്തോ കാര്യമാണ്. പാഴ്സനേജിന്റെ ഗേറ്റിന് വെളിയിൽ ചെന്ന് ജീപ്പ് നിന്നു. ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു. മഴ തിമിർത്തു പെയ്യുന്നു. അകത്തെ ഒരു മുറിയിൽ മാത്രമേ വെളിച്ചമുണ്ട്. അത് കണ്ടപ്പോൾ സോളമന്റെ മനസ്സ് ഒന്ന് തണുത്തു. അച്ഛൻ ഉറങ്ങിയിട്ടില്ല. അയാൾ ജീപ്പിൽ നിന്ന് മഴയിലേക്ക് ഇറങ്ങി. ഓവർകോട്ടും തൊപ്പിയും ഉണ്ടായിരുന്നതുകൊണ്ട് മഴ അയാളെ ശല്യപ്പെടുത്തിയില്ല. അച്ചോ, സോളമൻ ഉറക്കെ വിളിച്ചു. പെട്ടെന്ന് പാഴ്സനേജിന്റെ മുൻവാതിൽ തുറക്കപ്പെട്ടു. മെഴുകുതിരി വെളിച്ചവും ഒരു മുഖവും അവിടെ പ്രത്യക്ഷപ്പെട്ടു. സോളമനോട് ചെന്നു. അച്ഛന്റെ കുഷിനിക്കാരൻ ലൂക്കോസ് ആയിരുന്നു അത്. ലൂക്കോസേ, ഇത് ഞാനാ സോളമൻ. എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. ലൂക്കോസ് അയാളെ പകച്ചു നോക്കി. ആരാ ലൂക്കോസ് അത്? പെട്ടെന്ന് പിന്നിൽ നിന്ന് അലോഷ്യസ് അച്ഛന്റെ ചോദ്യം വന്നു. ഞാനാ അച്ചോ, സോളമൻ ആശ്വാസത്തോടെ അയാൾ പറഞ്ഞു. എന്താ സോളമ ഈ നേരത്ത്? സോഫിയ ഇങ്ങോട്ട് വന്നു അച്ചോ? അച്ഛൻ അതിശയത്തോടെ അയാളെ നോക്കി. ഇല്ല. എന്താ, അവളെ കാണാനില്ലേ? ഇല്ലച്ചോ, ഞാൻ എറണാകുളത്ത് വരെ പോയേക്കുമായിരുന്നു. സന്ധ്യയായപ്പോഴാ വന്നത്. അവൾ അന്നേരം ഫാം ഹൗസിലില്ലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അവളെ കണ്ടിട്ടേ ഇല്ലെന്നാ മാത്തച്ചായം പറഞ്ഞത്. അവൾ ഇങ്ങോട്ട് വന്നു അച്ചോ? ഇല്ല എന്നർത്ഥത്തിൽ അലോഷ്യസ് അച്ഛൻ തലയാട്ടി. സോളമന്റെ ആ പ്രതീക്ഷയും പൊളിഞ്ഞു. അകത്തേക്ക് വാ സോളമ. പറ, എന്താ സംഭവിച്ചേ? എന്റെ ദേഹം മുഴുവൻ നനഞ്ഞതാ. അകത്തേക്ക് വന്നാൽ അവിടെ ഒക്കെ വെള്ളമാകും. ഞാൻ പോവാ അച്ചോ. അയാൾ പോകാനായി തിരിഞ്ഞു. സോളമ, നില്ല്. അതൊരാജ്ഞയായിരുന്നു. അയാൾ പെട്ടെന്ന് നിന്നു. തുറന്നു കിടന്ന വാതിലിലൂടെ കാറ്റിൽ തൂവാനം അകത്തേക്ക് അടിച്ചു കയറി. ലൂക്കോസ് വാതിലടിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി നീ. പറയാമച്ചോ. ഡോക്ടർ ജേക്കബ് ജോണിന്റെ കത്തിനെക്കുറിച്ചും പിന്നെ എറണാകുളത്ത് നിന്ന് ഡോക്ടർ മരിയെ കണ്ട് സംസാരിച്ചതും ഒത്തുതീർപ്പാക്കിയതും ചുരുക്കത്തിൽ അയാൾ അച്ഛനോട് പറഞ്ഞു. ഡോക്ടർ മരിയ ഇക്കാര്യം എങ്ങനെ അറിഞ്ഞു എന്നതാണച്ചോ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അച്ഛനും ഞാനും അല്ലാതെ ഇവിടെ ഇക്കാര്യം വേറെ ആരും അറിഞ്ഞിട്ടില്ല. സോളമൻ പറഞ്ഞു. അല്ല, ഒരാൾ കൂടി അറിഞ്ഞിട്ടുണ്ട്. സോളമൻ ഒന്ന് ഞെട്ടി. ആര്? ലാസർ. ഡോക്ടറും നീയും കൂടി അന്നിവിടെ വന്ന് എന്നെ കണ്ടിട്ട് പോയ ഉടനെ ലാസർ വന്നു. നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. ഞാൻ കാര്യം പറഞ്ഞു. പക്ഷെ ഇപ്പോഴാ ഓർത്തത്, ലാസർ അന്ന് ഡോക്ടറെക്കുറിച്ച് സകല കാര്യങ്ങളും എന്നോട് ചോദിച്ചറിഞ്ഞിരുന്നു. സോളമന്റെ കണ്ണുകൾ ജ്വലിച്ചു. അവൻ എവിടെയാ താമസിക്കുന്നതെന്ന് അറിയാമോ അച്ഛന്? ഗോവിന്ദഗൌഡയുടെ ബംഗ്ലാവല്ലേ അവൻ മേടിച്ചിരിക്കുന്നേ? പിന്നെ ഒരക്ഷരം പോലും കേൾക്കാൻ സോളമൻ നിന്നില്ല. അയാൾ വാതിൽ തുറന്ന് മഴയിലേക്ക് ഓടിയിറങ്ങി. അലോഷ്യസ് അച്ഛൻ അയാളെ പിന്നാലെ വിളിച്ചത് അയാൾ കേട്ടില്ല.